അധികാരം മനുഷ്യനെ അന്ധന്മാരാക്കും എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെയുള്ള BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ പോലും ഈ സമരം നടന്നതിനെക്കുറിച്ച് ചെറിയ പരാമർശം പോലും നടത്തിയില്ല. അങ്ങനെ ഈ ഒളിവിലിരുന്ന് നടത്തുന്ന എന്ന് തന്നെ പറയട്ടെ, ആ ഒരു പരിപാടിയിൽ ഓപ്പൺ രംഗത്ത് വരാൻ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല. ആ അമിത്ഷാ 2 ആഴ്ചയായിട്ട് പാർലമെൻറ്റിലുണ്ട്, പാർലമെൻറ്റിനകത്തില്ല. അതാണ് സ്പീക്കർ എപ്പോഴും പറയുന്നത്. അദ്ദേഹം ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട്, അകത്ത് കയറാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? അവർ വെളിച്ചത്തെ ഭയപ്പെടുന്നു. സ്വതന്ത്രമായ ഒരു പരിപാടിയും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പാർലമെൻ്ററി സംവിധാനത്തിന് ഒരു കോട്ടവും പറ്റാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പ്രതിജ്ഞ എടുക്കുന്ന ഇവിടുത്തെ മന്ത്രിമാരും ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. ഇന്ത്യ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സമരമാണ് ഡൽഹിയിൽ CJPയുടെ നേതൃത്വത്തിൽ ഇന്ത്യ അല്ലെങ്കിൽ രാജ്യം കണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് എങ്ങനെയാണോ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകളോട് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ നിലപാടെടുത്തത്, അതുപോലെ അല്ലെങ്കിൽ അതേ തരത്തിലൊരു നിലപാടാണ് പോലീസ് സമരക്കാർക്കെതിരെ എടുത്തത്. അവസാനം BJPക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് നിൽക്കക്കള്ളി ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നത്. അല്ലെങ്കിൽ രാജിവെച്ചു എന്നതിനപ്പുറത്തേക്ക് രാജിവെപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ആരെയും പേടിയില്ലാത്ത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും അമിത്ഷായും പാർലമെന്റിലേക്ക് എത്തുന്നില്ല. അർദ്ധരാത്രിയിൽ ഇൻഫ്ലുവൻസർമാർ പോസ്റ്റ് ഇടുന്നത് പോലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ട ആളാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്നാൽ നരേന്ദ്രമോദിയും അമിത്ഷായും സഭയെ, കാര്യം മോദിയുടെ കാര്യം നമുക്കറിയാം, കഴിഞ്ഞ 12 വർഷമായി അദ്ദേഹം മാധ്യമങ്ങളെ കാണാറില്ല, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല. ഒരു ഏകാധിപത്യ ശൈലിയിൽ തന്നെയാണ് മോദി മുന്നോട്ട് പോകുന്നത്. അതേ മോദി ഭയന്നത് കൊണ്ടല്ലേ ഈ ഒളിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും യാഥാർത്ഥ്യങ്ങളെ ഭയപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ ഫാഷിസ്റ്റുകൾ. അപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവർക്ക് മാത്രം ബോധ്യമുള്ള കാര്യങ്ങളല്ല. ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകൾക്കും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കുമെല്ലാം, അവർ പ്രതിപക്ഷത്തായാലും ഭരണകക്ഷിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടികളായാലും, ബോധ്യമുള്ള യഥാർത്ഥത്തിലുള്ള ഗ്രീവൻസസ് മാത്രമാണ് CJP എന്ന ആ വിദ്യാർത്ഥി സംഘടന ആദ്യം മുതൽ തന്നെ ഉന്നയിച്ചിരുന്നത്. അത് തൊഴിലില്ലായ്മയായാലും പണപ്പെരുപ്പമായാലും ഉന്നതങ്ങളിൽ അഴിമതിയായാലും എല്ലാം തന്നെ. ഇതിനു മുമ്പും ധാരാളം ഈ ഇഷ്യൂസിനെ നിലനിർത്തിക്കൊണ്ട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴീ സമരം ഇത്രയും ബലപ്പെടാൻ കാരണം നിരവധി സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഒരേ പാർട്ടി തന്നെ അല്ലെങ്കിൽ ഒരേ മുന്നണി തന്നെ തുടർച്ചയായി ഭരണത്തിലിരുന്നിട്ടും ഈ പ്രശ്നങ്ങൾക്കൊന്നും ഒരു തരത്തിലുമുള്ള ഒരു നാമമാത്രമായ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമം പോലും നടത്താത്തൊരു ഭരണകൂടം അധികാരത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും അസ്വസ്ഥരാകുക സ്വാഭാവികമാണ്. ഇത് ആദ്യത്തെ 1976 ഇതുപോലെ സമരം ഉണ്ടായിട്ടുണ്ട്. JPയുടെ നേതൃത്വത്തിലുള്ള ആ സമരം UPA ഗവൺമെൻറ്റിനെതിരായിട്ടായിരുന്നു വന്നത്. ആ UPA ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം ഒരു വലിയ അളവോളം ബീഹാറിൽ തുടങ്ങി മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ഒട്ടാകെ വ്യാപിക്കുന്നതിന് പിന്നിൽ അവിടുത്തെ യുവജനങ്ങളും വിദ്യാർത്ഥികളും അണിനിരന്നിരുന്നു. അതിൽ നിന്നും ഒരു പാഠം ഉൾക്കൊള്ളാൻ അന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്തായി മാറിയ BJP പോലും ഇപ്പോൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു വൈരുദ്ധ്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നത്. അധികാരം മനുഷ്യനെ അന്ധന്മാരാക്കും എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സമരത്തിന് നേരെയുള്ള BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ധർമ്മേന്ദ്ര പ്രധാനെ ഒരു ഘട്ടം വന്നപ്പോൾ ആ വകുപ്പിൽ നിന്ന് മാറ്റി മറ്റൊന്നിലേക്ക് മാറ്റാം എന്നൊരു നിർദ്ദേശം വന്നപ്പോൾ അല്പം ആശ്വാസം കണ്ടെത്തിയവരാണ് നമ്മളെല്ലാം. പക്ഷെ അത് നടന്നില്ല. കാരണം ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആ മന്ത്രിയുടെ കീഴിൽ അടിമുടി അഴിമതി നിറഞ്ഞ
ഭരണ സംവിധാനമായും ഉണ്ടായിരുന്നതെന്ന് CBI തന്നെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെ ആകെയുള്ള സ്റ്റാഫ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ പരീക്ഷ ഒരേ സമയം നടത്തേണ്ട, രാജ്യത്തൊട്ടാകെ അങ്ങേറ്റം കേരളം മുതൽ അങ്ങ് കാശ്മീർ വരെ നടത്തേണ്ട ആ ഒരു സംവിധാനത്തിന് കീഴിൽ വെറും 75 സ്റ്റാഫ് അംഗങ്ങൾ മാത്രം. അതിൽ 25-30 പേര് മാത്രം സ്ഥിരം സ്റ്റാഫും ബാക്കി മുഴുവൻ താൽക്കാലിക ജീവനക്കാരുമാണ്. അവിടുത്തെ കോൺഫിഡൻഷ്യൽ സെക്ഷനിൽ പോലും ആളുകൾക്ക് യഥേഷ്ടം കയറാനും ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണം നടത്തിയിട്ടുള്ള ആ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കുംഭകോണം ഈ തരത്തിൽ ഒതുങ്ങിപ്പോയതിൽ നമുക്ക് ഒട്ടും അതിശയോക്തി തോന്നുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ വരേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ ഉണ്ടായില്ലെന്ന് മാത്രം. ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് വേണ്ടി തോന്നുന്നത്. അത് മാത്രമല്ല, BJPയുടെ നിലനിൽപ്പ് തന്നെ ആശ്രയിച്ചിരിക്കുന്നത് RSSൻ്റെയും സംഘപരിവാർ പാർട്ടികളുടെയും പിന്തുണയിലാണ്. ഈ നാഗ്പൂരിൽ RSSൻ്റെ ആസ്ഥാനത്തിരുന്നുകൊണ്ട് മോഹൻ ഭഗവത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അതിൻ്റെ അപകടം മണത്തറിഞ്ഞ അദ്ദേഹം ചെയ്തത് നേരെ ബോംബെക്ക് പോവുകയാണ്. ബോംബെയിൽ ചെന്ന് വിദ്യാർത്ഥികളുമായി ഒരു ഡയലോഗിൽ ഏർപ്പെടാൻ തയ്യാറാകും. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കട്ടെ. അതിന് പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും ആ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഏകപക്ഷീയമായ നിലപാടുകളെ തോൽപ്പിക്കുന്ന രീതിയിലായിരുന്നു മോഹൻ ഭഗവത്തിൻ്റെ ശ്രമം. അത് മാത്രമല്ല, പണ്ട് വാജ്പേയിയുടെ മന്ത്രിസഭയിലൊക്കെ വളരെ സീനിയറായിട്ടുള്ള പൊസിഷനുണ്ടായിരുന്ന ഡോക്ടർ മുരളി മനോഹർ ജോഷി, അതുപോലെ തന്നെ മോഹൻ ഭഗവതിനോടൊപ്പം ഈ വിദ്യാർത്ഥികളുമായി അവരുടെ ഗ്രീവൻസസ് എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലും കാണിച്ചില്ല എന്നുള്ളതിൽ അവരെ അതിശക്തമായി വിമർശിക്കേണ്ടത്. അത് മാത്രമല്ല, ആ സമയത്താണ് കേരളത്തിൽ ABVP എന്ന് പറയുന്ന അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് എന്ന് പറയുന്ന BJPയുടെ വിദ്യാർത്ഥി സംഘടന ഇവിടെ ഒരു സമ്മേളനം നടത്തി. അതിൻ്റെ പത്രസമ്മേളനത്തിൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങൾ CJPയുടെ ഈ ഡിമാൻഡുകളെ അനുകൂലിക്കുന്നുവെന്നാണ്. അപ്പോൾ വിദ്യാർത്ഥി രംഗത്തുള്ള സംഘടനകളുടെയും ബൗദ്ധിക തലത്തിലുള്ള നേതാക്കളുടെയും പഴയ കാലത്തെ മന്ത്രിമാരായിരുന്ന മുരളി മനോഹർ ജോഷിയെ പോലെയുള്ള അക്കാഡമിക് പാരമ്പര്യം ഇപ്പോഴും നിലനിർത്തുന്ന ആളുകളുടെയും എതിർപ്പിന് മുമ്പിൽ യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷായും കീഴടങ്ങുകയായിരുന്നു. അതിന് ഒരു മുന്നോടിയായിട്ടാണ് ഈ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ രാജി ഉണ്ടായത്. അല്ല, എത്ര നാൾ ഇങ്ങനെ സഭയിൽ വരാതെ അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വരാതെ ഇരിക്കാൻ കഴിയും? ജനങ്ങളെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും. അതിന് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിൽ പോലും ഈ സമരം നടന്നതിനെക്കുറിച്ച് ഒരു ചെറിയ പരാമർശം പോലും നടത്തിയില്ല. അങ്ങനെ ഈ ഒടുവിലിരുന്ന് നടത്തുന്ന എന്ന് തന്നെ പറയട്ടെ, ആ ഒരു പരിപാടിയിൽ ഓപ്പൺ രംഗത്ത് വരാൻ നരേന്ദ്രമോദി ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ഹൗസിനെ എങ്ങനെ ഫേസ് ചെയ്യും? ആ ഹൗസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിവൈഡഡാണ്. ഇതാ ഓപ്പോസിഷൻ റൂളിംഗ് എന്നൊരു കവിഞ്ഞ് റൂളിംഗ് പാർട്ടിയിൽ തന്നെ നിശബ്ദമായി ഈ സംവിധാനത്തെ എതിർക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പ്രാധാന്യമുള്ള 2 പ്രസ്റ്റീജ് നിയമങ്ങളാണ് FCNRഉം അതുപോലെ തന്നെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളും. ഇത് രണ്ടും പാർലമെൻറ്റിലും രാജ്യസഭയിലും ഇരുസഭകളിലും അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനായ ആളാണ് അമിത്ഷാ. ആ അമിത്ഷാ 2 ആഴ്ചയായിട്ട് പാർലമെൻറ്റിലുണ്ട്, പാർലമെൻറ്റിനകത്തില്ല. അതാണ് സ്പീക്കർ എപ്പോഴും പറയുന്നത്. അദ്ദേഹം ഈ പരിസരത്തൊക്കെ തന്നെയുണ്ട്, അകത്ത് കയറാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? അവർ വെളിച്ചത്തെ ഭയപ്പെടുന്നു. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി UPയിലെ പ്രയാഗിൽ പോയി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. വെളിച്ചത്തെ ഭയപ്പെടുന്ന ഒരു ഭരണമാണ് കേന്ദ്രത്തിലിരിക്കുന്നത്. എത്രയോ ശരിയായൊരു പ്രസ്താവനയാണത്. പ്രയാഗിൽ നടത്തിയ മീറ്റിങ്ങിൽ വിദ്യാർത്ഥികളെ നേരിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, രാഹുൽ ഗാന്ധി എത്രയെല്ലാം പക്വതയില്ലാത്ത ആളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാലും ചില അവസരങ്ങളിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകുന്ന വാക്കുകളും തീർച്ചയായിട്ടും അപ്രീസിയേഷൻ അർഹിക്കുന്നത് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ.
വിദ്യാർത്ഥികൾക്ക് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകുന്ന, യുവജനങ്ങൾക്ക് അങ്ങേയറ്റം ഉത്തേജനം നൽകുന്ന വാക്കുകളാണ് ഇവരിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ. അവിടെ ഒരേ മനസ്സോടുകൂടി ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു വിജയം ഉണ്ടാകൂ. അതിന് ഇന്ത്യ സഖ്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ കഴിയുമോ? ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ കൈവൊക്കെ വോട്ടിംഗ് ആണെങ്കിൽ കഴിഞ്ഞേക്കില്ല. രഹസ്യ ബാലറ്റ് ആണെങ്കിൽ ഈ ബില്ലുകൾ പരാജയപ്പെടുന്നതിന് അനുകൂലമായി ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടാത്ത ഭരണകക്ഷിയെ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുന്ന ചില പാർട്ടികളിലെ അംഗങ്ങൾ കൂടി തയ്യാറായേക്കും. പക്ഷെ ഒരിക്കലും ഒരു സീക്രട്ട് ബാലറ്റ് അനുവദിക്കാൻ സ്പീക്കർ തയ്യാറാവില്ല. ഇപ്പം എന്തുപറ്റി? CP രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. രണ്ടാമത് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു വികാരമുണ്ട് ഇവിടുത്തെ കൂടിയിട്ടുള്ള അംഗങ്ങൾക്ക്. രാജ്യസഭയിലെ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകാൻ അധ്യക്ഷന് കഴിയണമെങ്കിൽ ഇതെന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ എന്ന് വളരെ ഈ വികാരം അദ്ദേഹത്തെ ധരിപ്പിക്കണം എന്നാണ് CP രാധാകൃഷ്ണൻ പറഞ്ഞത്. അടുത്ത ദിവസം വന്നപ്പോൾ CP രാധാകൃഷ്ണൻ്റെ സ്വരം മാറി, ഇടപെടലുണ്ടായി, ഹയർ ലെവലിൽ നിന്ന് ഇടപെടലുണ്ടായി. അതാണ് പറയുന്നത്, സ്വതന്ത്രമായ ഒരു പരിപാടിയും ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ പാർലമെൻ്ററി സംവിധാനത്തിന് ഒരു കോട്ടവും പറ്റാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പ്രതിജ്ഞ എടുക്കുന്ന ഇവിടുത്തെ മന്ത്രിമാരും ഒന്നും തന്നെ തയ്യാറാകുന്നില്ല.